സീക്രട്ട് ഏജന്റ്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത്ത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് നമുക്ക് അഖിൽമാരാരുടെ ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗം കാണാം. കുറച്ചു മുമ്പ് മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റ് എന്ന ചാനലിൽ അഖിൽമാരാരുടെ ഒരു ഇന്റർവ്യൂവിന്റെ 4ാം ഭാഗം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ ചിരിയാണ് തോന്നിയത്. കാരണം അതിൽ പഴയ കണ്ടസ്റ്റൻസിനെ കുറിച്ച് അഖിൽമാരാരുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്ന ഒരു പങ്ക്തി ഉണ്ടായിരുന്നു. ആ പങ്ക്തിയിൽ വെച്ച് ഓരോരുത്തരെയും ചോദിക്കുന്നതും അത് കഴിഞ്ഞ് അവരെക്കുറിച്ചുള്ള അഭിപ്രായം അഖിൽമാരാർ പറയുന്നതുമായാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം പലരെയും ചോദിച്ചെങ്കിലും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ലാസ്റ്റായിട്ട് ചോദിക്കുന്ന ആള് സീസൺ 6 സീക്രട്ട് ഏജന്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അഖിൽമാരാർ പറയുന്ന ഡയലോഗാണ് ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത്. ഒരു മടിയുമില്ലാതെ 1 മിനിറ്റ് ആലോചിച്ച ശേഷം അഖിൽമാരാർ പറയുന്ന ഉത്തരം ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയുടെ ആ സീൻ ഒന്ന് കണ്ടു നോക്കാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സീക്രട്ട് ഏജന്റ്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത്ത്. താളവടി ഈ മറ്റേ വാക്കും പ്രവൃത്തിയും കുറെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ അഖിൽമാരാർ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നത് ഇങ്ങനെയാണ്. അതായത് സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ ബിഗ് ബോസിനുള്ളിൽ വെച്ച് പറഞ്ഞിരുന്ന ഒരു ക്ലിപ്പ് താൻ കണ്ടുവെന്നും അതിൽ സീക്രട്ട് ഏജന്റ് പറയുന്നത് താൻ ഇവിടെ വന്ന ശേഷം ഇനിയും തൊട്ട് സീക്രട്ട് ഏജന്റ് അല്ലെന്നും സായി കൃഷ്ണയാണെന്നും ഇനിയും താൻ സീക്രട്ട് ഏജന്റ് നേരത്തെ വീഡിയോകൾ ചെയ്ത മാതിരിയുള്ള വീഡിയോകളൊന്നും ചെയ്യില്ലെന്നും ഒക്കെയാണ്. എന്നാൽ പുറത്തിറങ്ങിയ സീക്രട്ട് ഏജന്റ് ആദ്യം തന്നെ നരേന്ദ്രമോദിയെയും പിന്നെ സുരേഷ് ഗോപിയെയും പിന്നെ അന്നുണ്ടായ എല്ലാ സമകാലീന പ്രശ്നങ്ങളെക്കുറിച്ചും തനിക്ക് തോന്നിയ മാതിരിയാണ് വീഡിയോ ചെയ്ത് വിട്ടിരുന്നത് എന്നാണ് അഖിൽമാരാർ പറയുന്നത്. തന്നെയുമല്ല, താൻ പറഞ്ഞ ഒരു വിഷയത്തിനെക്കുറിച്ച് അതിനെക്കുറിച്ച് കണ്ടിട്ട് പോലും ഇല്ലാതെ തനിക്ക് തോന്നിയ രീതിയിൽ തൻ്റെ അഭിപ്രായം തുറന്നടിച്ച് പറയുന്ന സീക്രട്ട് ഏജന്റിനെയാണ് പിന്നെ താൻ കണ്ടത്. അങ്ങനെയുള്ള ഒരാളാണ് സീക്രട്ട് ഏജന്റ്. അതുകൊണ്ടാണ് താൻ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് ഇങ്ങനെ തന്നെ പറഞ്ഞത് എന്ന് അവതാരകയോട് അഖിൽമാരാർ പറയുന്ന ഈ സീനിൻ്റെ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം അകത്ത് പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം. ലോകത്തുള്ള സകലമാന വിഷയങ്ങളെക്കുറിച്ചും തൻ്റെ അഭിപ്രായം പറയുകയും അതിനെക്കുറിച്ചൊക്കെ ന്യായീകരണം നടത്തുകയും ഇതിങ്ങനെ ചെയ്താലായിരുന്നു ഉഗ്രനായിരുന്നത് എന്ന് പറയുകയും ചെയ്ത സീക്രട്ട് ഏജന്റ് സ്വന്തമായി ബിഗ് ബോസിനുള്ളിൽ പോയപ്പോൾ താൻ എന്താണ് അതിനുള്ളിൽ ചെയ്തതെന്ന് സ്വയം ഒന്ന് വിലയിരുത്തി എന്നിട്ട് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം എന്നാണ് പറയുന്നത്. കാരണം ബിഗ് ബോസിനുള്ളിൽ പോയിരുന്ന സകല ആൾക്കാരെയും പുറത്തിരുന്ന് എടുത്ത് അലക്കിയിരുന്ന സീക്രട്ട് ഏജന്റാണ് അകത്ത് പോയി ഒന്നും ചെയ്യാതിരുന്നത് എന്ന ധ്വനിയാണ് അഖിൽമാരാർ പറഞ്ഞു വെക്കുന്നത്. പിന്നീട് അഖിൽമാരാർ പറയുന്നത് ഡേഹിയെ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിലെ പഴയ കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ സാബുമോനെ കുറിച്ച് ആദ്യം ചോദിക്കുന്നുണ്ട്. അഖിൽമാരാർ അതിന് വ്യക്തമായി പറയുന്നുണ്ട് താൻ സാബുമോനെ കുറിച്ച് വീഡിയോകളൊന്നും കണ്ടിരുന്നില്ല, അന്ന് ബിഗ് ബോസ് കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് തനിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് പേഴ്സണലായിട്ടുള്ള അഭിപ്രായമായി പോകും, അതുകൊണ്ട് അതിനെപ്പറ്റി തനിക്ക് കൂടുതലൊന്നും അറിയില്ല. പിന്നീട് ചോദിക്കുന്നത് രജിത് കുമാറിനെ കുറിച്ചാണ്. രജിത് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ താൻ ഈ ബിഗ് ബോസ് ഷോ ശ്രദ്ധിച്ചത് തന്നെ രജിത് കുമാർ കാരണമാണ് എന്ന് അഖിൽമാരാർ പറയുന്നു. മൂന്നാമത് ഡോക്ടർ റോബിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആ സീസണിൽ ഡോക്ടർ റോബിൻ കാരണമാണ് താൻ ഈ 5ാം സീസണിൽ ബിഗ് ബോസിൽ വരാൻ തന്നെ കാരണമെന്ന് അഖിൽമാരാർ തുറന്നു പറയുക. കാരണം റോബിനെ അന്ന് ഒരു ഇന്റർവ്യൂവിൽ വിമർശിച്ചത് കാരണം അന്നുണ്ടായ കോലാഹലങ്ങളാണ് തനിക്ക് ഈ ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടിയതെന്ന് അഖിൽമാരാർ പറയുന്നു. ഞാൻ ബിഗ് ബോസിലേക്ക് പോകാൻ ഒരു നേരിട്ടോ അല്ലാതെയോ കാരണമാകുന്നത് ഒരു പക്ഷേ റോബിനായിരിക്കും. പിന്നീട് സീസൺ 6 ജാസ്മിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോഴും അഖിൽമാരാർ പറയുന്നത് വളരെയധികം സൈബർ ബുള്ളിങ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ എന്നും ഒരുപക്ഷെ വിന്നറാകാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് ജാസ്മിൻ എന്നും അഖിൽമാരാർ പറയുന്നുണ്ട്. പിന്നീടാണ് ഈ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് അഖിൽമാരാരോട് ലേഖിക ചോദിക്കുന്നത്. അതിന് ഉത്തരമാണ് നിങ്ങൾ ആദ്യം കേട്ടത്. അപ്പോൾ ഈ ഒരു സീനോടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ സീസണിലെ ജാസ്മിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര സഹതാപം തോന്നുകയാണ്. ഭയങ്കര മികച്ച പൊട്ടൻഷ്യലുള്ള ഒരു പെണ്ണുണ്ട്. ഒരു എന്താ പറയുക, ഒരുപക്ഷെ സീസണിലെ വിന്നറൊക്കെ ആയേക്കാൻ മറ്റാരേക്കാളും അർഹതയുള്ള ഒരു കുട്ടിയാണ് ജാസ്മിൻ. അഖിൽമാരാർ പറയുന്നത് ഈ സീസണെ കുറിച്ച് ഇത്രയും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത ഒരു സീസൺ ഉണ്ടായിട്ടില്ല എന്നാണ്. കാരണം ഇതിലെ എല്ലാ കണ്ടസ്റ്റൻസും പുറത്തു പോകുന്നത് നെഗറ്റിവിറ്റി ഉണ്ടായിക്കൊണ്ട് തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അവസാനം പുറത്തായ ജാസ്മിൻ വരെ. ഇപ്പോൾ ഈ സീസൺ എടുത്തു കഴിഞ്ഞാൽ
ഇത്രയും വെറുപ്പോടുകൂടി ഓരോ എവിക്ഷനും നടന്നൊരു സീസൺ ഉണ്ടായിട്ട് രതീഷിന് പോലും ഭയങ്കര നെഗറ്റീവ് കമൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജിൻഡോയുടെ വിജയത്തെക്കുറിച്ച് പറയുന്നത് അഖിൽമാരാർ പറയുന്ന വിധമാണ്. ശരിക്കും ബിഗ് ബോസ് സീസൺ 6 പുറത്തിറങ്ങിയ എല്ലാവരും ആവശ്യത്തിൽ കൂടുതൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കിയാണ് പുറത്തിറങ്ങിയത്. അതുമൂലം അതിനകത്ത് ഒറ്റപ്പെട്ട് നിന്നൊരു വ്യക്തി എന്ന നിലയിൽ ജിൻഡോയായിരുന്നു ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ട വ്യക്തി. അപ്പോൾ ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയോട് സ്വാഭാവികമായിട്ടും ആരുമില്ലാത്തവന് ദൈവം കൂട്ടുണ്ട് എന്ന് പറയുന്ന മാതിരി ഇതിലെ ദൈവം എന്ന് പറയുന്നത് ജനങ്ങളായിരുന്നു. ജനങ്ങൾ ജിൻഡോയുടെ കൂടെ നിന്നു. അതിനാലാണ് ജിൻഡോയുടെ ഈ വിജയമെന്ന് അഖിൽമാരാർ പറയുമ്പോൾ അവതാരിക ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കൊണ്ടാണോ ജിൻഡോ വിജയിച്ചതെന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ അഖിൽമാരാർ പറയുന്നുണ്ട് അങ്ങനെയും ചെയ്യാം, പക്ഷേ സീസൺ 6 അങ്ങനെയല്ല എന്നാണ് താൻ കണക്കൂട്ടുന്നത്. അല്ലാതെ തന്നെ ജനം സപ്പോർട്ട് ചെയ്തു ജിൻഡോ ജയിക്കുകയായിരുന്നു എന്നാണ്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുത്തല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്നാണ് അഖിൽമാരാർ പറയുന്നത്. കുറേ ആൾക്കാർ ചുറ്റും നിന്നിട്ട് അനാവശ്യമായിട്ട് നമ്മളെ കടന്നാക്രമിക്കുന്ന സമയത്ത്, നമ്മൾ വേദനിക്കുന്ന സമയത്ത്, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സമയത്ത് ദൈവം ഉണ്ടാകുമെന്നൊരു തോന്നൽ ആണ് ജിൻഡോയുടെ വിജയം. അപ്പം ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് പിന്നീട് യൂട്യൂബേഴ്സ് എന്ന രീതിയിൽ സംസാരിക്കുന്നത് സായിയെ ഉദ്ദേശിച്ച് തന്നെയാണ് അഖിൽമാരാർ പറയുന്നത്. ബിഗ് ബോസ് ആളിനെ സെലക്ട് ചെയ്യുന്ന സമയം അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മുഖം നോക്കാതെ മറുപടി പറയുകയും ഇമേജ് കോൺഷ്യസ് അല്ലാത്ത ആൾക്കാരെയുമാണ് ബിഗ് ബോസിലേക്ക് സാധാരണ വിളിക്കുന്നതെന്നും ആ കണക്കിന് യൂട്യൂബിലിരുന്ന് അഘോരം ആരെക്കുറിച്ചും എന്തും പറയുകയും കണ്ണടച്ച് കമൻറ്റുകൾ എഴുതുകയും എന്തിനേയും സധൈര്യം നേരിടുകയും ചെയ്യുന്ന വ്യക്തികളെന്ന നിലയിൽ ചിലരെയൊക്കെ എടുക്കുകയും അകത്തിയെന്ന് ഒന്നും ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്ത കാര്യത്തെക്കുറിച്ചും അഖിൽമാരാർ പറയുന്നുണ്ട്. ഈ യൂട്യൂബിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന പല ധീരന്മാരും ഇവരുടെ യൂട്യൂബിലുള്ള പ്രവൃത്തികളും മറ്റും കണ്ടിട്ടും ഇവരെ ഓഡിഷനിലേക്ക് വിളിക്കുകയും അത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് നമുക്ക് പേര് പറയാതെ തന്നെ അറിയാം. എന്നിട്ട് അതിനൊരു ഉദാഹരണം മാതിരി പറയുന്ന ഒരു കാര്യമുണ്ട്. ബിഗ് ബോസിനുള്ളിൽ ചെന്ന് ഇവരൊക്കെ കാണിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടിയുടെ മുന്നിലിരുന്ന് കുറുക്കൻ സിംഹത്തിൻ്റെ പടം കണ്ട് വെല്ലുവിളിക്കുന്ന ആ രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. അതായത് പുറത്ത് വണ്ടിയിലിരുന്ന് പ്രവർത്തിച്ച കാര്യമാണ് അഖിൽമാരാർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ആ ഒരു ക്ലിപ്പൂടെ നമുക്കൊന്ന് കണ്ടിട്ട് അതിൻ്റെ ബാക്കി പറയാം. കണ്ണാടിയുടെ മുന്നിൽ നിന്നൊരു സിംഹത്തിൻ്റെ പടത്തെ നോക്കി കുറുക്കന് വെല്ലുവിളിക്കാം. വാല വിഞ്ചിറങ്ങി വേണം റാസ്കൽ ബ്ലഡി ഫുൾ മറ്റേതാ മറിച്ചത് നിന്നെ വെട്ടും കുത്തും. ഇവ സിംഹത്തെ കണ്ടാൽ മറ്റേ മുള്ളി തൂറി ആ പരിസരത്ത് പോലും പോകാതെ ഓടും. അപ്പോൾ അഖിൽമാരാർ പറയുന്നത് ഇതിലെ പൊട്ടക്കണറ്റിൽ കിടന്ന തവള താനാണ് ഭയങ്കര സംഭവം എന്ന രീതിയിലാണ് അകത്തി എന്ന് പെട്ടത്. അകത്തി എന്ന് വെട്ടപ്പോഴാണ് ഒരു നദി കിടക്കുന്ന മാതിരി കിടക്കുന്ന കണ്ട് ഇനി എന്ത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നപ്പോൾ ആരോ ഒരാൾ പറയുന്നു ഇതിനപ്പുറം ഒരു കടലുണ്ട്, അവിടെ കൂടെ നിൽക്കണം. അതോടുകൂടി ഉള്ള ചാനലും പോയി, ഒന്നും ചെയ്യാൻ മേലാതെ പുറത്തിറങ്ങി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അഖിൽമാരാർ ആരെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞത്. ഇതിൻ്റെ പിന്നാലെ ലയ്യ അതേ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, അതിനുള്ള ഉത്തരവും പറയുന്നു. പലപ്പോഴും ഈ പൊട്ടക്കിണറ്റിലെ തവളകൾക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവർ കടൽ കണ്ടിട്ടില്ല, ഒരു കുളം കണ്ടിട്ടില്ല. അപ്പം അന്തിച്ചു പോകും. കുളം കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഇതെന്താ നിൽക്കുന്നു. പിന്നീട് ജാസ്മിനെ കുറിച്ചാണ് പറയുന്ന മറ്റൊരു സീൻ. ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻസ് ഈ ബിഗ് ബോസ് വിന്നറാകാൻ തക്ക യോഗ്യത ഉണ്ടായിരുന്നുവെങ്കിലും ജാസ്മിന് പറ്റിയൊരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ തനിക്ക് പുറത്ത് ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടായി എന്ന് അറിഞ്ഞിട്ടും, കാരണം ഈ സീസൺ 6 പുറത്തെ കാര്യങ്ങളെല്ലാം അകത്ത് ഈസിയായി അറിയുന്നുണ്ടായിരുന്നുവെന്നും ഈ സീസണിൽ അങ്ങനെയായിരുന്നു നടന്നിരുന്നതെന്നും ആ വിധം ജാസ്മിൻ പുറത്തെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അറിഞ്ഞിട്ടും തനിക്ക് പുറത്ത് നെഗറ്റിവിറ്റി ആണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും ധൈര്യമായി തന്നെ താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ മുന്നോട്ട് പോകാൻ കാണിച്ച ധൈര്യത്തിനെ സമ്മതിക്കാതെ വയ്യ എന്ന് അഖിൽമാരാർ പറയുന്നുണ്ട്. ഒരുപക്ഷെ ജാസ്മിൻ ആയിരുന്നു വിന്നർ ആകേണ്ടിയിരുന്ന വ്യക്തിയെന്നും പക്ഷേ അത് നടന്നില്ല എന്നും പക്ഷേ ഇപ്പോൾ ആ കുട്ടി നേരിടുന്ന എല്ലാ സൈബർ ബുള്ളിങ്ങും 6 മാസമൊക്കെ കഴിയുമ്പോൾ നിന്നുപോകുമെന്നും അഖിൽമാരാർ എടുത്തു പറയുന്നു. ഈ ഒരു സീനും നമുക്കൊന്ന് കണ്ടു നോക്കാം. ബിഗ് ബോസിൽ തന്നെ ഒരുപക്ഷെ വന്നു പോയിട്ടുള്ളതിൽ ഒരു 23 വയസ്സുള്ള ഒരു ധീരയായ ഒരു കുട്ടി എന്നൊക്കെ നമുക്ക് പറയാം. അവളെ സമൂഹം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അതിപ്പം ഇതൊക്കെ മാറും. ഈ ഇഷ്ടവും വെറുപ്പും ഒക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതിന് 6 മാസം കഴിയുമ്പോൾ അതൊക്കെ മാറിപ്പോകും. അപ്പോൾ സായി കൃഷ്ണനെ കുറിച്ച് പറയുന്ന ഒരു സീൻ വീണ്ടും ഒന്നുകൂടെ കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുക. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സീക്രട്ട് ഏജന്റ്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരു. അപ്പോൾ ഇതിൽ അഖിൽമാരാർ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ശോഭയുമായിട്ടൊക്കെ അഖിൽമാരാർ ഇത്രയും വിഷയം ഉണ്ടായെങ്കിലും ഇപ്പോഴും അഖിൽമാരാരോട് ചോദിക്കുന്നുണ്ട് സീസൺ 5 ആരായിരുന്നു വേറെ തനിക്കൊപ്പം കളിക്കാനുണ്ടായിരുന്നത് എന്ന്. അതിൽ ശോഭയും ജുനൈസും ആണ് തനിക്ക് ഓപ്പോസിറ്റായിട്ട് അന്ന് ഗെയിം കളിച്ചതെന്നും അവർ തൻ്റെ വിജയത്തിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അഖിൽമാരാർ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായി കാണുവാൻ വേണ്ടി
മൂവി വേൾഡ് മിഡിൽ ഈസ്റ്റ് എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.